നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമാധാനത്തിനും സ്ഥിരതയ്ക്കും പിന്തുണയേകുന്ന പങ്കാളിത്തം. റഷ്യയിലേക്ക് പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടുക്കിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ് KCYM പരിസ്ഥിതി പഠന ക്യാമ്പ്. TP കേസിലെ കുറ്റവാളികളുടെ അപ്പീലിൽ നോട്ടീസ് അയച്ച സുപ്രീം കോടതി. ഗാസ UN സ്കൂളിൽ ഇസ്രയേലി ആക്രമണം, 16 പേർ കൊല്ലപ്പെട്ടു. പകരം വീട്ടി ഇന്ത്യ സിംബാബ്വേയെ 100 റൺസിന് തോൽപ്പിച്ചു. സെഞ്ചുറി തിളക്കത്തിൽ അഭിഷേക്. റഷ്യയും യുക്രൈനും ഉൾപ്പെട്ട മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിന് മോസ്കോവിലേക്ക് തിരിക്കും മുമ്പ് നൽകിയ പ്രസ്താവനയിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യുമെന്നും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്നും മോദി അറിയിച്ചു. മോദിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അസൂയയോടെയാണ് സന്ദർശനത്തിന് നോക്കിക്കാണുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വൈകിട്ട് 6-ന് മോസ്കോയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴവിരുന്ന് ഒരുക്കും. 2 നേതാക്കൾ മാത്രമുള്ള ചർച്ച ഇന്ന് നടക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നാളെയാണ്. ഊർജം, വ്യാപാരം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പരസ്പര ബന്ധം വിപുലപ്പെടുത്തുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. റഷ്യൻ സന്ദർശനത്തിനു ശേഷം അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് തിരിക്കും. 10-ന് തിരിച്ചെത്തും. മോസ്കോവിലെ ഇന്ത്യൻ സമൂഹത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി റഷ്യയിലെത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തെ കോൺഗ്രസ് പരിഹസിച്ചു. റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടെങ്കിലും മണിപ്പൂർ സന്ദർശിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാതിരിക്കുന്നത് രാജ്യവ്യാപകമായി പ്രചാരണായുധമാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകി. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മണിപ്പൂരിനെ കുറിച്ച് പ്രത്യേക ചർച്ചയും കോൺഗ്രസ് ആവശ്യപ്പെടും. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. രേഖകൾ ED നൽകിയില്ലെന്ന് ആരോപിച്ച് ഹൈക്കോടതിയെ ക്രൈംബ്രാഞ്ച് സമീപിക്കുകയായിരുന്നു. 2 മാസത്തിനകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് K. ബാബു വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ED അന്വേഷിക്കുന്ന കേസിനാധാരം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR ആണെന്നും ഇതിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ആവശ്യമാണ് എന്നുമാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഈ ആവശ്യവുമായി EDയെ സമീപിച്ചെങ്കിലും അനുകൂലമായല്ല അവർ പ്രതികരിച്ചത്. EDയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം അംഗീകരിച്ചില്ല. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയിൽ ED നൽകിയ 90 രേഖകൾ കൈമാറണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. ഈ രേഖകൾ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനാണെന്നും ഒപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. നേരത്തെ ഫോറൻസിക് ലാബ് ഡയറക്ടറെയും അസിസ്റ്റന്റ് ഡയറക്ടറെയും കോടതി സ്വമേധയാ കക്ഷി ചേർത്തിരുന്നു. പ്രകൃതി ഭംഗിയിൽ ശ്രദ്ധേയമായ ഹൈറേഞ്ചിന്റെ സൗന്ദര്യം ആവോളം അനുഭവിച്ച് KCYM പരിസ്ഥിതി പഠന ശിബിരം കാൻയൻ 2024 ഇടുക്കിയിൽ നടന്നു. കേരളത്തിലെ 30ഓളം രൂപതകളിൽ നിന്നായി 150ഓളം പ്രവർത്തകർ പങ്കെടുത്തു. നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെന്ററിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രക്രിയയിൽ യുവജനങ്ങളുടെ കഴിവും അറിവും ഉപകാരപ്പെടുത്തണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്യാമ്പിന്റെ 2ാം ദിനം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയും ഭൂപ്രകൃതിയും കാലാവസ്ഥയും മനസ്സിലാക്കി. മുൻ KCYM പ്രസിഡന്റും ഇപ്പോൾ AKCC കോതമംഗലം രൂപതാ പ്രസിഡന്റുമായ ശ്രീ സണ്ണി കടുകത്താഴെ പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിലും AKCC ഇടുക്കി രൂപതാ പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കൽ ഇടുക്കിയുടെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിലും ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരേക്കാട്ട് ഹൈറേഞ്ചും കർഷക പോരാട്ടങ്ങളും എന്ന വിഷയത്തിലും ക്ലാസുകൾ നയിച്ചു. 3 ദിവസങ്ങൾ നീണ്ട പഠന ശിബിരം ഇടുക്കിയെ എല്ലാ തരത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് യുവജനങ്ങൾ അഭിപ്രായപ്പെട്ടു. KCYM സംസ്ഥാന ഉപാധ്യക്ഷ കുമാരി അനു ഫ്രാൻസിസ് പതാക ഉയർത്തി. പരിസ്ഥിതി പഠന ശിബിരം ഉദ്ഘാടന സമ്മേളനത്തിന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഇമാനുവൽ MJ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീ അഗസ്റ്റിൻ ജോൺ, സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ നോബർട്ട് CTC, ഇടുക്കി KCYM രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം സിസ്റ്റർ ലിൻഡ് SABS, ഇടുക്കി രൂപതാ പ്രസിഡന്റ് ശ്രീ ജെറിൻ J പാട്ടാങ്കുളം, SMYM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ്, ശ്രീ സുബിൻ K സണ്ണി, സംസ്ഥാന ഉപാധ്യക്ഷൻ ഷിബിൻ ഷാജി, മെറിൻ MS, സംസ്ഥാന സെക്രട്ടറി മെരീറ്റ തോമസ്, സംസ്ഥാന ട്രഷറർ ഡിബിൻ ഡൊമിനിക് എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് CPMലെ PSC കോഴ ആരോപണത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് MLA
എൻ ഷംസുദ്ദീന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പിണറായി വിജയൻ. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് നഗരത്തിലെ യുവജന നേതാവ് ഒരു ഡോക്ടറുടെ പക്കൽ നിന്നും 60 ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ചോദ്യം ഉന്നയിച്ചത്. സർ, ഇന്ന് ഏറ്റവും വലിയൊരു വാർത്ത, ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? സർ, നമ്മുടെ കേരളത്തിലെ PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. PSC കോഴ ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു പിണറായിയുടെ മറുപടി. സംസ്ഥാനത്തെ PSC എന്നത് ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്നും അതിലെ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലും പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നിട്ടില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർന്നുവന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം ശരിയാക്കാമെന്ന് CPIM ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവ് വാഗ്ദാനം നൽകിയെന്ന പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. 60 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടതെന്നും ആദ്യ ഗഡുവായി 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നു. CPIM PSC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ പണം നൽകിയ ആളുടെ പേരുണ്ടായിരുന്നില്ല. ഇതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ചു നിർത്തി. എന്നാൽ ഇതും നടക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിനിരയായ ആൾ പാർട്ടിക്ക് പരാതി നൽകിയത്. സാമ്പത്തിക ഇടപാട് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ഇയാൾ പാർട്ടിക്ക് കൈമാറിയതായാണ് സൂചന. പരാതിയിൽ CPIM സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടിരുന്നു. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുക, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാവുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ, അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെൽ അവീവ് അടക്കം ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. പ്രധാന റോഡുകൾ ഉപരോധിച്ച് പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുമ്പിൽ ധർണയിരുന്നു. ഒൻപത് മാസം മുമ്പ് ഒക്ടോബർ 7 ഹമാസ് തെക്കൻ ഇസ്രായേലിൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിച്ചായിരുന്നു ഇത്. ടെല്ലവീവ് ജെറുസലേം പ്രധാന റോഡ് ഉപരോധിച്ച റോഡിൽ ടയറുകൾ കത്തിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും മുദ്രാവാക്യമുയർന്നു. ഇസ്രായേൽക്കാരായ 120 ബന്ദികളാണ് ഗാസയിലുള്ളത്.
US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ച കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തെ തുടർന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഇഹാബ് അൽ ഹുസൈൻ കൊല്ലപ്പെട്ടു. ഗാസ സർക്കാരിൽ തൊഴിൽ ഉപമന്ത്രിയായിരുന്നു. ഗാസ സിറ്റിയിൽ 2 ഇടത്ത് നടന്ന ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ 38,153 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 87,828 പേർക്ക് പരിക്കേറ്റു. അതേസമയം യുക്രൈനിലെ സുമി നഗരത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 1,00,000 പേർക്ക് വൈദ്യുതി ഇല്ലാതായി. വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ റഷ്യയിലെ വെറോണിഷ് നഗരത്തിൽ യുക്രൈൻ സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആയുധ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു. വെടിവെച്ചിട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഡിപ്പോയിൽ പതിച്ച് തീപിടുത്തമുണ്ടായെന്നാണ് റഷ്യൻ വൃത്തങ്ങൾ പറഞ്ഞത്. എന്നാൽ മിസൈലുകളും ഷെല്ലുകളും സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വൻ സ്ഫോടനം ഉണ്ടാകുകയായിരുന്നുവെന്നും യുക്രൈൻ പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. മുതലപ്പുഴയിൽ അപകടം തുടരുന്നു. മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് കടലിൽ വീണ് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 11 പേർ ആശുപത്രിയിലാണ്. ഇവരിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മറ്റൊരു ബോട്ട് അപകടത്തിൽപ്പെട്ടെങ്കിലും തൊഴിലാളികൾ നീന്തിക്കയറുകയായിരുന്നു. പിന്നീട് അതേ ബോട്ടിൽ മത്സ്യബന്ധനത്തിന് അവർ പോകുകയും ചെയ്തു. നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുത്ത മുതലപ്പുഴയാറിൽ അപകടങ്ങളിൽ ഉത്തരവാദിത്തമില്ലെന്ന് അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ മറുപടിയിൽ അദാനി ഗ്രൂപ്പ് വിശദീകരിച്ചത്. മുതലപ്പുഴയാറിലെ അപകടങ്ങളെ തുടർന്ന് ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയെടുത്ത കേസിൽ അദാനി ഗ്രൂപ്പിനെയും കക്ഷി ചേർത്തിരുന്നു. മുതലപ്പുഴയാറിലെ അപകടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അദാനി ഗ്രൂപ്പ് ഉത്തരവാദികളല്ല. മുതലപ്പുഴയാറിലെ പ്രശ്നങ്ങൾക്ക് കാരണം അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണെന്ന് വിദഗ്ധ സമിതി അടക്കം കണ്ടെത്തിയിരുന്നു. സർക്കാർ നിർദ്ദേശിച്ച ഡ്രഡ്ജിംഗ് നടത്തിവരികയാണെന്നും അദാനി ഗ്രൂപ്പ് ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു. പൊഴിയാറിലെ അപകടങ്ങൾക്ക് കാരണം അദാനി ഗ്രൂപ്പിന് കെടുകാര്യസ്ഥതയാണെന്ന സർക്കാർ വിമർശനങ്ങളെ തള്ളുന്നതായിരുന്നു അദാനിയുടെ വിശദീകരണം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ കുറ്റവാളികൾ നൽകിയ പ്രത്യേക അനുമതി ഹർജികളിലും അപ്പീലുകളിലും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാന സർക്കാരിനും KK രമ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്കുമാണ് നോട്ടീസ് അയച്ചത്. പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷകളിലും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കുറ്റവാളികൾ ഫയൽ ചെയ്ത പ്രത്യേക അനുമതി ഹർജികളും അപ്പീലുകളും പരിഗണിച്ചത്. വിശദമായി കേൾക്കേണ്ട കേസാണിതെന്ന് ഹർജി പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ബേല M ത്രിവേദി ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് നോട്ടീസ് അയച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെയും വിചാരണ കോടതിയുടെയും പരിഗണനയിലുള്ള എല്ലാ രേഖകളും സുപ്രീം കോടതിയിലേക്ക് വിളിപ്പിച്ചു. നോട്ടീസിന് മറുപടി നൽകാൻ 6 ആഴ്ചത്തെ സമയമാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. കേസിലെ ആദ്യ 5 പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, രജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവർക്കും 7ാം പ്രതിയായ ഷിനോജിനും ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീലുകളിലും ഹർജികളിലും ഇവർക്ക് വേണ്ടി ഹാജരായത് സീനിയർ അഭിഭാഷകനും മുൻ സോളിസിറ്റർ ജനറലുമായ രഞ്ജിത്ത് കുമാറാണ്. രഞ്ജിത്ത് കുമാറിന് പുറമെ G പ്രകാശും ഹർജിക്കാർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി. സംസ്ഥാന സർക്കാരിൻ്റെ മുൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയാണ് G പ്രകാശ്. കേസിലെ 10ാം പ്രതിയായിരുന്ന KK കൃഷ്ണനെയും 12ാം പ്രതിയായിരുന്ന ജ്യോതി ബാബുവിനെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഇവരെ ഗൂഢാലോചന കുറ്റം ചുമത്തി ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു. ഇരുവർക്കും വേണ്ടി ഹാജരായത് സീനിയർ അഭിഭാഷകൻ S നാഗമുത്തുവാണ്. മദ്രാസ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി കൂടിയായ S നാഗമുത്ത് വെറുമൊരു പ്രസംഗത്തിന്റെ പേരിലാണ് കേസിൽ ഗൂഢാലോചന കുറ്റം തന്റെ കക്ഷികൾക്കെതിരെ ചുമത്തിയതെന്നും നാഗമുത്ത് വാദിച്ചു. ഗാസയിലെ UN സ്കൂളുകളിൽ ഇസ്രയേലി സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള അൽ ജുവാനി സ്കൂളിലെ ആക്രമണം ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇസ്രായേലി സേന അറിയിച്ചു. നുസൈറത്ത് ക്യാമ്പിലെ 7000-ഓളം പേർ സ്കൂൾ വളപ്പിൽ അഭയം തേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സിവിലിയൻ നാശമൊഴിവാക്കാൻ നടപടികൾ എടുത്ത ശേഷമായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സേന വിശദീകരിച്ചു. ഹമാസിന്റെ പോലീസ് വിഭാഗം ഉപയോഗിച്ചിരുന്ന മുറി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് സൂചനയുണ്ട്. വളരെ ഗുരുതരമായ ആരോപണമാണ് ഇതെന്നും അന്വേഷണം നടത്തുമെന്നും UN വൃത്തങ്ങൾ പറഞ്ഞു.
ഒട്ടേറെ ഹമാസ് ഭീകരർ സ്കൂൾ കെട്ടിടത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ഇസ്രായേൽ സേന പറയുന്നത്. ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണം നടത്താനുള്ള കേന്ദ്രമായ സ്കൂളിനെ ഉപയോഗിക്കുകയാണ്. മനുഷ്യരെ കവചമാക്കുന്ന ഹമാസ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിച്ചു. ഗാസയിൽ 5 പാലസ്തീൻ മാധ്യമപ്രവർത്തകർ ശനിയാഴ്ച കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് കൂട്ടായ്മയുടെ കണക്കുപ്രകാരം 100-ലധികം മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ കണക്കനുസരിച്ച് മരണസംഖ്യ 188ആയി. ഇതിനിടെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് വീണ്ടും ആക്കം കൂട്ടിയിട്ടുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിൽ ഹമാസ് അനുകൂല പ്രതികരണം അറിയിച്ചു. അസമിലെ പ്രളയത്തിൽ ഇന്നലെ 3 കുട്ടികളടക്കം 8 പേർക്ക് കൂടി ജീവൻ നഷ്ടമായി. സംസ്ഥാനത്താകെ 98ഓളം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. 68,000-ഓളം ഹെക്ടർ കൃഷി നശിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേന അറിയിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി പുതിയ വീടുകൾ നൽകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിലെ ചാമോലിയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഹിമാചൽ പ്രദേശിൽ വിവിധയിടങ്ങളിലായി ഭൂമി വീണ്ടും കീറിയിട്ടുമുണ്ട്. ആസാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ 35 ജില്ലകളിൽ 28 എണ്ണവും ഇപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലാണ്. 68,432.75 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. വെള്ളപ്പൊക്കത്തിൽ പല ജില്ലകളിലും റോഡുകളും പാലങ്ങളും തീരങ്ങളും തകർന്നു. 269 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 56,689 പേർ അഭയം പ്രാപിച്ചിട്ടുണ്ട്. നദികൾ കരകവിഞ്ഞൊഴുകുന്നതായും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജോർഹട്ട് മുതൽ ദുബ്രി വരെ പലയിടങ്ങളിലും അപകടനിലയ്ക്കും 2 അടി മുകളിലാണ് ബ്രഹ്മപുത്രയിലെ ജലനിരപ്പ്. പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി പുതിയ വീടുകൾ നൽകുമെന്നും അസം മുഖ്യമന്ത്രി അറിയിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.